യൂജിന് ഹോട്ടൽ റൂമിലേക്ക് വന്നതും ദേഷ്യം വരുന്നു. കാരണം ഇതിന് മുന്നിലത്തെ ദിവസം ആ റൂമിലുണ്ടായിരുന്നവർ അവിടെ മുഴുവൻ അലങ്കോലമാക്കിയിട്ടിട്ട് പോയിരിക്കുന്നു. അതുമാത്രമല്ല അവിടെ നിന്ന് കിട്ടിയ തിങ്സ് വെച്ച് തന്നെ അവർ മാരീഡ് കപ്പിൾസ് അല്ലെന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് യൂജിൻ അവരെ കൊണ്ട് ഇതിന് പേ ചെയ്യിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർ അവിടെ മിസ് ചെയ്ത വാച്ച് കണ്ടതും അവൾക്കൊരു ഐഡിയ തോന്നുന്നു. ഉടനെ ഒരു വാച്ച് മിസ് ചെയ്തെന്ന് പറഞ്ഞ് റിസപ്ഷനിൽ കൊടുത്തിരുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു. കുറച്ചുനേരം കഴിഞ്ഞ് ആ റൂമിലുണ്ടായിരുന്ന പെണ്ണ് വന്ന് വാച്ച് വാങ്ങിയിട്ട് പോകുന്നു. അടുത്ത നിമിഷം തന്നെ യൂജിൻ തന്റെ ഹസ്ബൻഡിനെ കോൾ ചെയ്തതും അയാൾ ഒരു ടാക്സിയുമായി ഹോട്ടലിന് മുന്നിൽ വരുന്നു. അതേസമയം ആ പെണ്ണ് അത് ട്രാപ്പാണെന്നറിയാതെ ആ ടാക്സിയിൽ കയറുന്നു. അതിനുശേഷം വാങ് അവളെ ഡ്രോപ്പ് ചെയ്തതും അവർ വിചാരിച്ചതുപോലെ തന്നെ ആ പെണ്ണിന്റെ പാർട്ട്ണർ അവളെ വിളിക്കാനായി വരുന്നു. ഉടനെ വാങ് അവരറിയാതെ അവരുടെ ഫോട്ടോ എടുക്കുന്നു. എന്നാലും അത് പോരെന്ന് വിചാരിച്ച് അവരെ ഫോളോ ചെയ്തപ്പോൾ വീണ്ടും കുറച്ച് ഫോട്ടോസ് കൂടി കിട്ടുന്നു. അപ്പോഴാണ് വാങ്ങിന് അവർ രണ്ടുപേരും അടുത്തടുത്ത വീടുകളിലാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. മാത്രമല്ല ആ പെണ്ണിന്റെ ഒപ്പം ഉണ്ടായിരുന്നവന് വിവാഹം കഴിഞ്ഞ് അവന്റെ വൈഫ് പ്രഗ്നന്റുമാണ്. വാങ്ങും യൂജിനും ഈ ഫോട്ടോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് ഒത്തിരി കാശുണ്ടാക്കാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ അതിനുശേഷമാണ് മനസ്സിലാവുന്നത് വാങ് എടുത്ത ഒരു ഫോട്ടോയിൽ പോലും അവരുടെ ഫേസ് ക്ലിയർ അല്ല. അതുകൊണ്ട് ദേഷ്യം വന്ന യൂജിൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് അവരെ ഫോളോ ചെയ്യാമെന്ന് പറയുന്നു. അപ്പോഴാണ് അവർക്ക് വേറൊരു കാര്യം മനസ്സിലാവുന്നത്. അവർ രണ്ടുപേരും ഒരു ഓഫീസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. തീർച്ചയായും ഇവിടെ നിന്ന് ആവശ്യമായ ഫോട്ടോസ് കിട്ടുമെന്ന് വിചാരിച്ച് അവിടെ തന്നെ ഇരിക്കുന്നു. നോക്കുമ്പോൾ കുറച്ചു സമയത്തിൽ തന്നെ ആ പെണ്ണ് ഫുഡും വാങ്ങി പാർക്കിങ്ങിലേക്ക് ഓടുന്നു. ഇവർ അവളെ ഫോളോ ചെയ്തു പോകുമ്പോൾ അവിടെ ഒരു കാർ ഭയങ്കരമായി ഷേക്ക് ആവുന്നു. അത് കണ്ട് ഹാപ്പി ആയവർ ഓഡിയോയും വീഡിയോയും എല്ലാം ആവശ്യത്തിന് റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം വീട്ടിലേക്ക് വന്നതും ബ്ലാക്ക്മെയിൽ ലെറ്റർ എഴുതാൻ തുടങ്ങുന്നു. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും എത്ര രൂപ ചോദിക്കണമെന്ന് ഒരു ഐഡിയയും ഇല്ല. എന്നാലും അവർ ഡിസ്കസ് ചെയ്ത് എത്ര രൂപ ചോദിക്കാമെന്ന് തീരുമാനിക്കുന്നു. അടുത്ത ദിവസം ആ ലെറ്ററും വീഡിയോയും കണ്ട് ആ പെണ്ണിന്റെ ഒപ്പം ഉണ്ടായിരുന്നവൻ ഷോക്കാവുന്നു. അവൻ ഒന്നും ആലോചിക്കാതെ തന്നെ അവർ ചോദിച്ച കാശ് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. അതുകൊണ്ട് അവർ രണ്ടുപേരും അവനെ ഒരു സ്ഥലത്ത് കാശ് വെക്കാൻ പറഞ്ഞ് ഡെലിവറി ബോയ്സിനെ പോലെ പോയി അത് എടുക്കാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ കാശ് വെച്ചതിന് ശേഷം വാങ്ങിന് അവനെ ആരെങ്കിലും പിടിക്കുമോ എന്ന് പേടി തോന്നുന്നു. പക്ഷേ യൂജിൻ അവനെ മോട്ടിവേറ്റ് ചെയ്ത് ഒരു വിധത്തിൽ ആ കാശ് എടുപ്പിക്കുന്നു. നോക്കുമ്പോൾ കാശ് എടുത്തിട്ട് തിരിഞ്ഞതും അവൻ പേടിച്ചതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ അവനെ നോട്ട് ചെയ്യുന്നു. ഉടനെ പാനിക്കായ വാങ് അയാൾ അടുത്തെത്തുന്നതിനുള്ളിൽ വേഗം തന്നെ കാറിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷെ അതിനുശേഷമാണ് മനസ്സിലാവുന്നത് അവനെ ഫോളോ ചെയ്തു വന്നയാൾ ഡെലിവറി ബോയിയെ കണ്ടതുകൊണ്ട് പാർസൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് വന്നത്. അതറിയാതെ വാങ് ജീവനും കൊണ്ട് ഓടിയിരിക്കുന്നു. ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇത്രയും ഈസിയായി കാശ് കിട്ടിയതും വീണ്ടും ആഗ്രഹം കൂടുന്നു. അവസാനം അവർ ഇതൊരു തൊഴിലാക്കി മാറ്റുന്നു.